പക്ഷേ അടുത്തായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ ഈ സുവിശേഷങ്ങളെ ചിത്രീകരിക്കാനായിട്ട് ചില 4 ജീവികളുടെ പടങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ബൈബിളിനെ സൂചിപ്പിക്കാനായിട്ട് ഈ 4 ജീവികളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്, ജീവികളുടെ അച്ഛൻ വിശദീകരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? അത് എങ്ങനെ, എവിടെ നിന്നാണത് കടം കൊണ്ടിരിക്കുന്നത്? അതെന്താണ് അർത്ഥമാക്കുന്നതും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ, ഈ ബൈബിളും ഈ ചിത്രീകരണങ്ങളും തമ്മിലുള്ള ബന്ധം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. വളരെ വിശുദ്ധഗ്രന്ഥാധിഷ്ഠിതമായ ഒരു ഒരു പ്രതീകങ്ങളാണ് ഈ 4 യഥാർത്ഥത്തിൽ. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ സ്വർഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന മിശിഹായെ കാണുന്നുണ്ട്. അറക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് പോലെ കാണുന്നത്. അപ്പോൾ ആ ദൈവിക സിംഹാസനത്തിൻ്റെ ചുറ്റും പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ളത്, ശ്രദ്ധേയമായിട്ടുള്ളത് 4 ജീവികളാണ്. നിറയെ കണ്ണുകളുള്ള 4 ജീവികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണ് നമുക്കറിയാം കാഴ്ചയാണ്. ശരിക്ക് 4 പാടും കണ്ണുകളുള്ള 4 ജീവികളാണ്. 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത് വെളിപാട് പുസ്തകത്തിൽ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മുൻരൂപം എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ട് താനും. അവിടെ നമ്മൾ ആദ്യ വാക്യങ്ങളിൽ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ 4 ജീവികളെക്കുറിച്ചുള്ള ഒരു പ്രതിപാദ്യം അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇതിൻ്റെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നതിൻ്റെ ഒരു മുന്നോടി, പുതിയ നിയമത്തിൽ പറയുന്നതിൻ്റെ എല്ലാ മുൻരൂപങ്ങൾ പഴയ നിയമത്തിലുണ്ടല്ലോ താനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതാണ് ഈ സഭയിൽ ആദിമകാലം മുതൽ തന്നെ സുവിശേഷങ്ങളെ സൂചിപ്പിക്കുവാൻ ഈ 4 പ്രതീകങ്ങൾ സ്വീകരിക്കാനുള്ള കാരണം ഈ വെളിപാട് പുസ്തകത്തിലെ പ്രസ്താവനയാണ്. പിന്നീട് സഭാപിതാക്കന്മാരാണ് ഇത് സുവിശേഷങ്ങളുടെ പ്രതീകമാണ് എന്ന് വ്യാഖ്യാനിച്ചത്. അവർ വ്യാഖ്യാനിച്ച് നൽകുന്നതിൻ്റെ അടിസ്ഥാനം ഈ സുവിശേഷത്തിൻ്റെ ആദ്യ രംഗത്ത് കാണുന്ന വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം തുറക്കുമ്പോൾ ആദ്യത്തെ 17 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈശോയുടെ വംശാവലി പറയാൻ വേണ്ടി കുറേ മനുഷ്യമുഖങ്ങളാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ അവരുടെ മക്കൾ എങ്ങനെ ഇങ്ങ് വന്ന് യോസേപ്പ്, മറിയം, അങ്ങനെ ആ മനുഷ്യമുഖങ്ങളാണ് തുറക്കുമ്പോഴേ കാണുന്നത്. ഒരു കുറേയേറെ 14-ന്റെ 3 ഗണങ്ങൾ, അല്ലെങ്കിൽ 3-ന്റെ 14 ഗണങ്ങൾ ഉള്ള മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ധാരാളം മനുഷ്യമുഖങ്ങൾ. അപ്പോൾ മനുഷ്യമുഖമാണ് മത്തായി സുവിശേഷത്തെ സൂചിപ്പിക്കാനായിട്ട് സ്വീകരിക്കുന്ന പ്രതീകം. ഈ 4 ജീവികൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നതും അത് ഞാൻ പറഞ്ഞില്ലല്ലോ ആദ്യം. മനുഷ്യൻ്റെ മുഖമുള്ളൊരു ജീവിയുണ്ട്, സിംഹത്തിൻ്റെ മുഖമുള്ളതുണ്ട്, കാളയുടെ മുഖമുള്ളതുണ്ട്, കഴുകൻ്റെ മുഖമുള്ളതുണ്ട്. അപ്പോൾ ഈ 4 ജീവികളെയാണ് സുവിശേഷങ്ങളെ പ്രതിനിധീകരിക്കാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മുഖം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഈ തുറക്കുമ്പോഴേ കാണുന്നത് മനുഷ്യമുഖങ്ങളാണ്. അതുകൊണ്ടാണ്. രണ്ടാമത്തെ സുവിശേഷം മർക്കോസിൻ്റെതാണല്ലോ. ഈ സുവിശേഷം തുറക്കുമ്പോഴേ ആദ്യത്തെ രംഗത്ത്, ആദ്യത്തെ 8 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സിംഹത്തെ പോലെ അലറുന്ന, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന യോഹന്നാൻ മാംദാനയെയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, മിശിഹ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുവിനെന്നുള്ള ആഹ്വാനവുമായിട്ട് അനുതാപത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചുകൊണ്ട് യൂദയ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന യോഹന്നാൻ മാംദാനയെയാണ് യഥാർത്ഥത്തിൽ ഈ സിംഹം പ്രതിനിധീകരിക്കുന്നത്. അലറുന്ന ആ വലിയ സ്വരമുള്ള യോഹന്നാൻ മാംദാനയുടെ ഒരു ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നത് താനും. മൂന്നാമത്തെ സുവിശേഷമായ ലൂക്കായിലേക്ക് വരുമ്പോൾ ആദ്യത്തെ രംഗം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് ഓർസ്ലേം ദേവാലയത്തിൽ സക്രിയ പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട്, ധൂപം അർപ്പിക്കാനായിട്ട് പോകുന്ന രംഗമാണല്ലോ. അപ്പോൾ ദേവാലയത്തിലാണ് ബലിയർപ്പണ രംഗമാണ്. ഓർസ്ലേം ദേവാലയത്തിലെ ബലിയർപ്പണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ദേവാലയത്തിലെ ബലിയർപ്പണത്തിൻ്റെ ദിവസമുള്ള ബലിയർപ്പണത്തിന് ധൂപാർപ്പണവും ബലിയർപ്പണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് സുവിശേഷം തുറക്കുന്നത് അവിടെ. അപ്പോൾ അവിടെ കാണുന്ന ആദ്യത്തെ രംഗം ദേവാലയമാണ്, ബലിയർപ്പണത്തിൻ്റെ രംഗമാണ്, പുരോഹിതനുണ്ട്, ജനം പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്ത് നിൽപ്പുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ബലിമൃഗമായിട്ടുള്ള കാള, മൂന്നാമത്തെ മൃഗം അതായിരുന്നു. കാളയെ ആണ് ലൂക്കായുടെ സുവിശേഷമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. 4-ാമത്തെ പ്രതീകം കഴുകൻ്റേതാണ്. 4-ാമത്തെ സുവിശേഷം യോഹന്നാൻ്റേതാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള കഴുകൻ്റെ പ്രത്യേകത നമുക്കറിയാം, വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. മേഘങ്ങൾക്ക് മുകളിൽ പോലും അവൻ പറക്കുമെന്നാണ് പറയുന്നത്, കഴുകനെക്കുറിച്ച് പറയുന്നത്. വളരെ വേഗത്തിൽ പറക്കുകയും വളരെ ഉയർന്നു പറക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ ചിന്തയും അവതരണവും വളരെ ഉയർന്ന ദൈവശാസ്ത്രമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദി. അപ്പോൾ ആ ദൈവം സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ആ പശ്ചാത്തലത്തിലേക്കൊക്കെ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള വിവരണമാണ് യോഹന്നാൻ്റേത്. മറ്റു 3 സുവിശേഷങ്ങളിൽ വിവരിച്ചിരുന്ന കാര്യത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, എന്നാൽ അതേ ഈശോയെക്കുറിച്ച് തന്നെ, അതേ സുവിശേഷം തന്നെ വളരെ ഉയർന്ന ദൈവശാസ്ത്ര ചിന്തയോടുകൂടി അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് യോഹന്നാൻ്റെ പ്രതീകമായിട്ട് കഴുകനെ സ്വീകരിച്ചിരിക്കുന്നത്.